ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചക്ക ഉണ്ടംപൊരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ പഴം വെച്ചിട്ടാണ് ഉണ്ടംപൊരി ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത ചക്ക വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കച്ചുള 20 എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഏലക്കായാണ്. 2 ഏലക്കായ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ പെരുംജീരകം 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവനായി ചേർക്കാതെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആകുന്നതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തീരെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 മണിക്കൂർ വെക്കണം. അതിന് ശേഷം വേണം ഉണ്ടംപൊരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. എല്ലാം ഇതുപോലെ മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളു വേവത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. സാധാരണ പഴം വെച്ചിട്ടാണ് ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. ചക്ക വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.